ഇന്ന് നമ്മൾ അതീവ തീവ്രമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതി. ഇതിന് രാഷ്ട്രീയപരമായോ മതപരമായോ എടുക്കേണ്ട ആവശ്യമില്ല. തീർത്തും വ്യക്തിപരമായ കുറച്ച് ആശയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നെന്ന് മാത്രം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ലിറ്ററസി റേറ്റ് ഉള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇതേ കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ്. ഈ ആത്മഹത്യ ചെയ്യുന്നവരിൽ ഏറിയ പങ്കും വിദ്യാർത്ഥികളുമാണ്. 1, 2, 3 വർഷമൊക്കെ നീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന് ഒരു സീറ്റ് ലഭിക്കുന്നത് അലൈഡ്, പാരാമെഡിക്കൽ, ഹോമിയോപ്പതി, ആയുർവേദ, യുനാനി, നഴ്സിംഗ്, ഡെന്റല്, ഫാർമസി ഇത്തരം കോഴ്സുകളിൽ കുറച്ച് കോഴ്സുകൾക്ക് നീറ്റ് എലിജിബിലിറ്റി വേണ്ടെങ്കിലും സീറ്റിന്റെ നമ്പറും വളരെ കുറവാണ്. സോ ഇത്തരം മെഡിക്കൽ കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പ്രഷർ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ നേരിടേണ്ടി വരുന്നുണ്ട്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എന്തുകൊണ്ടാവാം ഈ വിദ്യാർത്ഥികളിൽ ഇത്രത്തോളം ആത്മഹത്യാ പ്രവണത കൂടുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ മാനസികമായി അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അത് വീട്ടിൽ നിന്നാവാം, അധ്യാപകരിൽ നിന്നാവാം, സീനിയേഴ്സിൽ നിന്നാവാം, ഇങ്ങനെ പല പല സോഴ്സുകളിൽ നിന്നാവാം. റീസെന്റായി കേരളത്തിലെ 14 ജില്ലകളിൽ മെഡിക്കൽ സ്റ്റുഡൻസിനിടയിൽ നടന്ന ഒരു സ്റ്റഡി അനുസരിച്ച് കേരളത്തിലെ 33.7% വിദ്യാർത്ഥികൾക്കും പഠനത്തിനിടയിൽ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ സ്റ്റാറ്റസ്, എക്സാംസ്, പ്രാക്ടിക്കൽ, വൈവ, തീസിസ്, പ്രൊജക്ട്, റിസർച്ച് ഇതൊക്കെ ഇതിനൊരു റീസണുമായിട്ടുണ്ടാവും. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെറുപ്പം മുതലേ നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഔട്ട്കം ബേസ്ഡ് മെത്തേഡിലാണ്. ആൻഡ് ദ ഔട്ട്കം ഈസ് ഉയർന്ന മാർക്ക്, അതുപോലെ ഹൈ സാലറി, വർക്ക് ലൈഫ് ബാലൻസ്, മൈൻഡ് റിലാക്സിങ് ആക്ടിവിറ്റീസ്, ഫാമിലി ലൈഫ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഇമോഷൻ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്, മെന്റൽ ഹെൽത്ത്, ഇതിന്റെ ഒന്നും ഇമ്പോർട്ടൻസ് നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പഠിക്കുക എന്നുള്ളത് ഉയർന്ന മാർക്ക് വാങ്ങുക എന്നത് മാത്രമായി ചുരുങ്ങി പോകുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ മാനസിക ആരോഗ്യം. ഡിയർ സ്റ്റുഡൻസ്, ഈ പഠിക്കുന്ന സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനൊക്കെ ഫേസ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മൾ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ, അവസ്ഥകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഒരു പാഠമാണ്. ചിലതൊക്കെ ഇങ്ങനെ ആവണം എന്നുള്ള പാഠം, ചിലത് ഇങ്ങനെ ആവരുത് എന്നുള്ള പാഠം. നമ്മളെപ്പോഴും നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു പരിധിയിൽ കൂടുതൽ എക്സ്റ്റേണൽ ശബ്ദങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തത് തന്നെയാണ് നല്ലത്. ഒരിക്കലും ആത്മഹത്യയെ ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ട് എടുക്കാതിരിക്കുക. നമ്മുടെ ലൈഫിൻ്റെ ഡിസിഷൻ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം.